ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കിറ്റ്കാറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 2 ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. അപ്പോൾ അതിലേക്ക് എഗ് വൈറ്റും എഗ് യോക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സ്പഞ്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 4 മുട്ടയാണ്, 1 കിലോത്തിൻ്റെ കേക്കാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 മുട്ടയുടെ എഗ് വൈറ്റും എഗ് യോക്കും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ 4 മുട്ടയുടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഗ് വൈറ്റാണ് ബീറ്റ് ചെയ്യണത്. നമ്മുടെ ബ്ലേഡിൽ ഒട്ടും എഗ് യോക്ക് പാടില്ല. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ആവുന്ന പോലെ തന്നെ നല്ല സ്റ്റിഫായിട്ട് നമ്മുടെ വൈറ്റ് വരും, എഗ് വൈറ്റ് വരും. അതിനുശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ ബ്ലേഡ് കൊണ്ട് തന്നെ നമുക്ക് എഗ് യോക്ക് ബീറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വാനില എസൻസാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ബീറ്റായി വരുമ്പോൾ നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 240 ml കപ്പിൽ 1 കപ്പ് മെഷർമെൻറ്റിലാണ് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് നല്ല പോലെ ഫ്ലഫിയായി അതിൻ്റെ യെല്ലോയിഷ് കളറൊക്കെ മാറി നല്ലൊരു വെള്ള കളർ വരണ വരെയും നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ അതിലേക്ക് 1/4 കപ്പ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്ത് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയി. അപ്പോൾ ഞാൻ 240 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്, അതുപോലെ തന്നെ 1 പിഞ്ച് ബേക്കിംഗ് സോഡ, ഇത്രയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളതിൽ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുക, അതിലേക്ക് കുറച്ച് എഗ് വൈറ്റ് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് മുഴുവനായിട്ടിത് ഫോൾഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഫോൾഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാടിട്ട് അതിലിട്ട് ഇളക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ടിന്ന് ഗ്രീസ് ചെയ്ത് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനൊരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെക്കാം. 30 മുതൽ 35 മിനിറ്റ് വരെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തീനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരും. എനിക്കിപ്പോൾ ഈ കേക്ക് റെഡി ആവാനായിട്ട് ഒരു 40 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് മുന്നേ പോയി ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് താഴ്ന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്രീം ബീറ്റ് ചെയ്യാൻ പോവാണ്. ഫിയോണയുടെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ പാത്രവും വിസ്കും അതെല്ലാം നമ്മൾ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്തിട്ടുള്ളത്. നല്ല ഐസായിരുന്നു, പക്ഷെ ഞാനത് നന്നായിട്ട് ഉടച്ച ശേഷമാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പറയണ കൂട്ട് തന്നെ ആദ്യം നല്ല കുറഞ്ഞ സ്പീഡിലും പിന്നെ അത് കൂട്ടി കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ക്രീം സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് പൊടിച്ചതിൻ്റെ അടുത്തുണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റ് കടിക്കാനൊക്കെ കിട്ടുന്നത് രസമായിരിക്കുള്ളൂ. അപ്പോൾ ഞാനൊരു ടേൺ ടേബിൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു കേക്ക് ബേസ് വെച്ചു. അതിലേക്ക് ഫസ്റ്റ് തന്നെ വിപ്പിംഗ് ക്രീം തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തേച്ച് കൊടുത്തു. അതിലേക്ക് നല്ല തണുത്ത ഷുഗർ സിറപ്പ് ഞാൻ ഫ്രീസറിലാണ് വെച്ചത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് കേക്കിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലെയറിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കിറ്റ്കാറ്റ് കേക്ക് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. ലെയറുകൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 3 ലെയറും ചെയ്ത് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 3 ലെയറും കൊടുത്തിട്ട് വെറുതെ ഒന്ന് ക്രം കോട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ക്രം കോട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഫൈനൽ കോട്ട് ചെയ്യാം. ഞാൻ ആ ചോക്ലേറ്റിൻ്റെ പൊടി അതിൽ ചേർത്തേക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. നമ്മൾ മൊത്തത്തിൽ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് മറക്കുന്ന കാരണം അതൊന്നും കാണില്ല പുറത്ത്. അപ്പോൾ നമുക്കൊന്ന് മൊത്തം കവർ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്കുള്ള ഗനാഷാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ 1/4 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചൂടാക്കി ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബട്ടർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതിനെ കട്ടൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബട്ടർ ചേർക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ നോക്കി ചേർക്കുക. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഗനാഷ് ഒരുപാട് ചൂടോടെ അല്ല, എന്നാൽ ചൂടൊട്ടും ആറാത്ത രീതിയിൽ, അതായത് ചൂട് അധികം പോവാത്ത രീതിയിൽ നമുക്കിതിനൊന്നും കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചോക്ലേറ്റ് കൊണ്ട് ഈ കേക്കിനെ കവർ ചെയ്യുന്നില്ല. നമ്മൾ ആ കാണുന്ന ഭാഗങ്ങൾ മൊത്തം ചോക്ലേറ്റ് കൊണ്ടൊന്ന് മറക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സൈഡിലെല്ലാം നമുക്കിതൊന്ന് നമ്മൾ സാധാരണ ഐസിങ് ചെയ്യുന്ന പോലെ തന്നെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് വലിച്ച് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിനെ ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിറ്റ്കാറ്റ് നമ്മൾ 10 രൂപയുടെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു 25 പാക്കറ്റാണ് ഞാൻ ആകെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു 2 പാക്കറ്റ് നമ്മൾ ലെയറിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ കേക്കിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ജെംസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ജെംസ് കൂടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് നല്ല കളർഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക്. അപ്പോൾ ഇങ്ങനെ ഒന്നുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വൈറ്റ് കളറിലെ റിബൺ, വീതി കുറഞ്ഞ റിബണാണ് ഇതിലേക്ക് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കിറ്റ്കാറ്റ് കേക്കിൻ്റെ റെസിപ്പി. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേയുടെ സ്റ്റിക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മേലെ കുത്തി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായവർ നമ്മുടെ വേൾഡ് വ്ളോഗ് 786 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.